Digestion of food. The food that we eat is not directly used by the body to get energy. It is broken down into simpler forms for use. This process of breaking down of food into a smaller forms is known as digestion. എന്താണ് ഡൈജഷൻ? ഫുഡ് അതേപോലെ തന്നെ ഒന്നും ദഹിക്കാൻ പറ്റില്ല. ഫുഡിനെ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു എ സിംപിളർ ഫോം. ഫുഡിനെ അങ്ങനെ ചെറുതാക്കി കഷ്ണാക്കിയിട്ട് മുറിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മളത് മൗത്തിൻ്റെ ഉള്ളിൽ നിന്ന് വയറിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ the process of breaking down of food into simpler forms is known as digestion. വയറിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും അതിനെ ഒരുപാട് പ്രോസസ്സ് നടക്കും. അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ് ദഹനം, ഡൈജഷൻ എന്ന് പറയുന്നത്. ഫുഡ് ചെറിയ പീസസുകളായി മുറിക്കുന്നു, അതിൽ കുറേ ജ്യൂസുകൾ ചേരുന്നു, ആ ജ്യൂസുകൾ ഒക്കെ ചേർന്ന് പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ ദഹനം നടക്കുന്നു. The simpler forms of food are various nutrients in their basic form. These nutrients are then taken to all part of the body by the blood. അതായത് ഇവിടെ പറഞ്ഞിരുന്നു മൗത്തിൽ വെച്ചിട്ട് പകുതി ദഹനം നടക്കും. മൗത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ മുറിക്കും പല്ലുകൊണ്ട്. പിന്നെ നമ്മുടെ ഉമിനീരുമായിട്ട് ചേരും ഇവിടെ വെച്ചിട്ട്. ഉമിനീര് സലൈവ എന്ന് പറയും, സലൈവ. അതുമായിട്ട് ചേർന്നിട്ട് ഒരു പേസ്റ്റ് പോലെയാവും. എന്നിട്ട് അത് ഇവിടെ ഇറക്കും. സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഇവിടെ കുറേ ഡൈജസ്റ്റീവ് ജ്യൂസുകളുണ്ട്, ദഹനത്തിന് സഹായിക്കുന്ന ജ്യൂസുകൾ. ആ ജ്യൂസുകളുമായിട്ട് ഇത് ചേർന്ന് വീണ്ടും അത് കുഴമ്പ് രൂപത്തിലായി. പിന്നെ അതിൽ നിന്ന് പിന്നെയും അത് ഇങ്ങോട്ട് ഈ പിന്നെ ഇൻറ്റസ്റ്റൈനുകളിലേക്ക് കടക്കുന്നു. ഇവിടെ വെച്ചിട്ട് പിന്നെ ഈ ബ്ലഡ് വെസൽസ് അതിലത്തെ നല്ല നല്ല ന്യൂട്രി കണ്ടൻറ്റ്, ഫുഡിലാണല്ലോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്, ദഹിച്ച ന്യൂട്രിയൻ കണ്ടൻസിനെയൊക്കെ ആ ബ്ലഡ് വെസൽസ് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ അബ്സോർബ് ചെയ്ത ബ്ലഡ് വെസൽസ് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും വീണ്ടും ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. അവരിൽ കൂടെ ആ നല്ല ന്യൂട്രിയൻസൊക്കെ എല്ലാ ഭാഗത്തും കയ്യിലേക്കും കാലിലേക്കും കണ്ണിലേക്കും തലയിലേക്കും ഒക്കെ ഈ ന്യൂട്രിയൻസിനെ എത്തിക്കുന്നു. ആ ജോലി ചെയ്യുന്നത് ബ്ലഡിൻ്റെ സിസ്റ്റമാണ്, ഹാർട്ടും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ഭാഗങ്ങളും. അതിവിടെ കാണിച്ചിട്ടില്ല ഹാർട്ടൊന്നും. ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഫുഡിൻ്റെ സിസ്റ്റം മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്ലഡിൻ്റെ സിസ്റ്റം ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയും. നെർവ്സിൻ്റെ സിസ്റ്റത്തിനെ നെർവസ് സിസ്റ്റം എന്ന് പറയും. അതൊക്കെ വേറെ വേറെ സിസ്റ്റംസാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനം നടക്കുന്ന സംഭവം മാത്രം കാണിച്ചിട്ടുള്ളൂ. അവിടെ ദഹനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ആ ബ്ലഡ് വെസൽസിൻ്റെ ചില ഭാഗങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു ടൈപ്പ് ബ്ലഡ് വെസൽസ്, എന്നിട്ട് ആ അബ്സോർബ് ചെയ്തിട്ടുള്ള ആ നല്ല നല്ല ന്യൂട്രിയൻസിനെ മറ്റുള്ള ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് വേറെ ബ്ലഡ് വെസൽസ്, അങ്ങനെ അത് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The simpler forms of blood are various nutrients in their basic form. ആ ന്യൂട്രിയൻസ് ആണ് ശരിക്കും സിംപ്ലർ ഫോം എന്ന് പറയുന്നത് ഫുഡിൻ്റെ. These nutrients are then taken to all parts of the body by the blood vessels. Then digestion of food is a slow process. ഈ ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും വയറിലേക്ക് അങ്ങോട്ട് തട്ടി വിടുകയാണ്. നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഇത് തട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് സ്ലോ പ്രോസസ്സാണത്. അങ്ങനെയാണ് അതിലത്തെ ന്യൂട്രിയൻസൊക്കെ നമുക്ക് വീണ്ടും ലഭിക്കുന്നത്. ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് എ സ്ലോ പ്രോസസ്. ഇറ്റ് ടേക്സ് എ ഫ്യൂ അവേഴ്സ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അതായത് പൂർത്തിയാക്കാൻ, ആ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്ന്, ഒരുപാട് മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്. സെവറൽ ഓർഗൻസ് ഓഫ് അവർ ബോഡി ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ് വി ഈറ്റ്. ഒരുപാട് അവയവങ്ങളും ഇതിൽ പണിയെടുക്കുന്നുണ്ട്. All the organs that help in digesting food are collectively referred to as the digestive system. ഈ ഫുഡ് മൗത്തിൽ കൂടെ എടുക്കുന്ന ഈ ഫുഡ് കംപ്ലീറ്റ് ദഹിച്ച് അതിൻ്റെ നല്ല നല്ല സാധനങ്ങളൊക്കെ ബ്ലഡ് അബ്സോർബ് ചെയ്യുന്ന വേസ്റ്റൊക്കെ പുറത്തേക്ക് തള്ളുന്ന ആ ഹോൾ സിസ്റ്റത്തിനെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഓർഗൻസും അടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പ്രോസസ്സും എല്ലാം കൂടെ ചേർന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. Let us now see how digestion takes place in the body. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡൈജഷൻ നടക്കണതെന്ന്. Inside the mouth, the process of digestion begins from the moment we put a morsel in our mouth. മോഴ്സൽ ചെയ്യുന്ന സ്മോൾ പീസ് ഓഫ് ഫുഡ്, അതായത് മോഴ്സൽ എന്നെങ്കിൽ ചെറിയ കഷ്ണം ഫുഡ്. നമ്മൾ ഒരു ചെറിയ കഷ്ണം ഫുഡ് നമ്മുടെ മൗത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തു, ദഹനം ചെയ്തു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും വയറിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് ദഹിക്കണമെന്നല്ല. ഒരു ചെറിയ കഷ്ണം വായുടെ ഉള്ളിലിട്ടാൽ മതി, ഒരു മിഠായിയുടെ തുണ്ടായാലും ഇട്ടാൽ മതി, ഒരു പഞ്ചസാരയുടെ ഒരു നുള്ളിട്ടാൽ മതി, ഉടൻ അവിടെ ഡൈജഷൻ മൗത്തിൽ നിന്ന് തന്നെ തുടങ്ങി കഴിഞ്ഞു. അതായത് നമ്മുടെ മൗത്തിൽ, നിങ്ങളൊക്കെ നമ്മുടെ മൗത്ത് നോക്കിയാൽ അറിയാം, വായിൽ നിന്ന് എപ്പോഴും വെള്ളം വരാറുണ്ട്. ഒരിക്കലും നമ്മുടെ മൗത്ത് ഇങ്ങനെ വരണ്ട് ഉണങ്ങി
പിന്നെ ഇരിക്കില്ല. എപ്പോഴും നമ്മുടെ വായുടെ ഉള്ളിലൊരു വെള്ളം നനവുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലറിയാം. ആ വെള്ളം നനവ് എന്ന് പറയുന്നത് ഒരു ഡൈജസ്റ്റീവ് ജ്യൂസാണ്. നമ്മുടെ വായിൽ ദഹിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ളൊരു ജ്യൂസാണ്, ദഹന രസമാണ് ഈ വായിലത്തെ വെള്ളം. ആ വായിലത്തെ വെള്ളത്തിനെ പറയുന്നത് നമ്മൾ നല്ല ഭാഷയിൽ പറയും ഉമിനീർ എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷാണ് സലൈവ. സലൈവ സലൈവ. ഈ സലൈവ എന്ന് പറയുന്നത് ഇവിടെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ കൗളിൻ്റെ ഭാഗത്ത്. നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, ഞാൻ വെറുതെ പറഞ്ഞിരുന്നതാണ്. ഈ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസാണ് ഈ സലൈവ, ഉമിനീര്. അത് ഈ മൗത്തിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ചാവണ വരെ വന്നുകൊണ്ടിരിക്കും അത്, ജനിക്കുമ്പോൾ തൊട്ട്. അപ്പോൾ ഈ സലൈവ ഇപ്പം നമ്മൾ വായുടെ ഉള്ളിലേക്ക് പിന്നെ ഒരു ഇഡലിയുടെ കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മൗത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ചവയ്ക്കുമ്പോൾ പല്ലുകൊണ്ട് നമ്മൾ അതിനെ പൊട്ടിക്കും. അതിനോടൊപ്പം നമ്മുടെ വായുടെ മൗത്തിലുള്ള ഈ സലൈവ, ഈ ഉമിനീര് അതുമായിട്ട് ചേരുകയാണ്. ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ചേരുകയാണ്. നാവും പല്ലും ഉമിനീരൊക്കെ കൂടെ അങ്ങനെ ചേരുകയാണ്. അങ്ങനെ ചേർന്നിട്ട് ആ ഫുഡ് എന്ത് ചെയ്യുന്നു? ആ ഫുഡ് ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ പേസ്റ്റ് പോലെയാവും. അപ്പം മൗത്തിൽ തന്നെ വെച്ചിട്ട് പകുതി ഡൈജഷൻ നടക്കുകയാണ്. പാർഷ്യൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ മൗത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ. So the process of digestion begins from the moment we put a morsel in our mouth. ഒരു ചെറിയ കഷ്ണം ഫുഡ് ഇട്ടാൽ തന്നെ ഡൈജഷൻ നടന്നു കഴിഞ്ഞു. As the food is chewed ചവയ്ക്കുക, with the help of teeth, it is broken down into smaller pieces. The smaller food pieces get mixed with the digestive liquid called saliva. Digestive liquid ദഹിക്കാനായിട്ട് കിട്ടുന്ന ആ ഒരു ജ്യൂസ്, ഒരു ലിക്വിഡ്, ഒരു വെള്ളം പോലെ സാധനം, അതിനെയാണ് ഉമിനീര്, സലൈവ എന്ന് പറയുന്നത്. അത് നമ്മുടെ മൗത്തിൽ എപ്പോഴും ഉണ്ടാവും. ആ മൗത്തിൽ കാണുന്ന വെള്ളം നനവാണ് ഈ സലൈവ. അതുമായിട്ട് ഫുഡ് മിക്സ് ആവുകയാണ്. വിച്ച് ഈസ് സെക്രീറ്റഡ് ബൈ ദ സലൈവറി ഗ്ലാൻഡ്സ് ഇൻ ദ മൗത്ത്. മൗത്തിൽ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഗ്ലാൻഡിൽ നിന്നാണ് ഈ ഉമിനീര്. അതെപ്പോഴും നമ്മുടെ വായിൽ വന്നുകൊണ്ടിരിക്കും. നമ്മളതൊന്ന് ഓർക്കണം. ദൈവം ഗോഡ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ തന്നിട്ടുള്ളത്. നമ്മളിതൊന്നും നോക്കില്ല. നമ്മൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, കാശുണ്ടോ പണമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മൗത്തിൽ തന്നെ ദൈവം എന്തൊക്കെ സെറ്റപ്പ് തന്നിട്ടുണ്ടെന്ന്. മൗത്തിൽ ഈ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ഇതിൻ്റെ വായുടെ കൗളിൻ്റെ ഭാഗത്തായിട്ട്. ഈ സലൈവറി ഗ്ലാൻഡിൽ നിന്നും എന്തുണ്ടാക്കുന്നു? ഈ സലൈവ, നമ്മുടെ തുപ്പൽ എന്നൊക്കെ നമ്മൾ പറയും, ഉമിനീരെന്നൊക്കെ പറയുന്ന ആ സലൈവ ഉണ്ടാക്കുന്നു. ആ സലൈവ ഫുഡുമായിട്ട് ചേരുന്നു. അങ്ങനെ ആ ഫുഡിൻ്റെ കുറച്ച് ദഹനം വായുടെ ഉള്ളിൽ ഈ സലൈവയ്ക്ക് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. സോ പാർഷ്യൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ മൗത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ. The saliva softens and chewed food and changes the insoluble starch into soluble sugar. നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച്, ഈ അരി ഗോതമ്പിലൊക്കെ സ്റ്റാർച്ച് ഉണ്ട്, അതിനെ എന്താക്കി മാറ്റുന്നു? ഷുഗർ, അതായത് ഒരു ചെറിയൊരു മധുരം ഷുഗർ പോലെ ആക്കി മാറ്റുന്നു. നിങ്ങൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല. സ്റ്റാർച്ചിനെ ഷുഗറാക്കി മാറ്റുന്നു. നമ്മൾ കഴിക്കുന്ന ഈ പിന്നെ കാർബോഹൈഡ്രേറ്റിലൊക്കെ സ്റ്റാർച്ച് ഉണ്ട്. ആ സ്റ്റാർച്ചിനെ കുറച്ചും കൂടി സിംപിളർ ഫോം ആയിട്ടുള്ള ഷുഗർ ആക്കിയിട്ട് മാറ്റുന്നു. അതാണ് ഈ വായുടെ ഉള്ളിൽ ഈ സലൈവ ചെയ്യുന്നത്. അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത് മനസ്സിലാക്കാനായിട്ട് ടീച്ചർ പറയാം. നിങ്ങളിപ്പോൾ ഒരു പൊട്ടറ്റോ വേവിച്ചിട്ടൊരു കഷ്ണം, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ചോറ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ വേറെ ഒരു പിന്നെ കറിയൊന്നും ഒഴിക്കാതെ ആ ചോറിങ്ങനെ ഒരു 5-6 വറ്റി ചോറിങ്ങനെ വായുടെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം ഒന്ന് ചവച്ച് വയ്ക്കുക. അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ടൊന്ന് വെറുതെ, മുളക് ഉപ്പൊന്നും ഇടരുത് കേട്ടോ, വെറുതെ ഒന്ന് ചവച്ച് നോക്കിയേ. കുറച്ച് നേരം ചവച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു മധുരം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചെറുതായിട്ട്, വലിയ പായസം പോലെയല്ല. നോക്കിക്കോ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച്, ആ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ഷുഗറായിട്ട് മാറുന്നതാണ്. ഓക്കെ, ദെൻ ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. അപ്പോൾ മൗത്തിലെ പാർഷ്യൽ ഡൈജഷൻ നടക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പൈപ്പിൽ കൂടെ ഫുഡ് ഇങ്ങോട്ട് ഇറക്കും സ്റ്റൊമക്കിലേക്ക്. From the mouth, the food passes through the tube called the food pipe into the stomach. The stomach secretes digestive juices and make the muscles of the stomach help in the churning and mixing of the food with these juices. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത് ദഹിക്കാൻ ഉപയോഗിക്കുന്ന രസങ്ങൾ, ജ്യൂസുകൾ. നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ജ്യൂസുകളുണ്ട്, ദഹിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജ്യൂസുകൾ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം.
നിങ്ങൾക്കിപ്പോൾ വല്ല പനിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളിപ്പോൾ ഒന്നും കഴിച്ചില്ല, രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വൊമിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, നിങ്ങൾ ഛർദ്ദിക്കുക എന്ന് വിചാരിക്കുക, ഒരു മഞ്ഞ നിറത്തിലൊരു നീരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണ കാണാം. രാവിലത്തെ കാര്യം പറഞ്ഞിട്ട് അതിരാവിലെ പനിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെയൊക്കെ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മഞ്ഞ നീരൊക്കെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും ഛർദ്ദിക്കുമ്പോൾ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസാണ്, ദഹനരസമാണത്. അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞു മാത്രമേ, എപ്പോഴും ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുണ്ടാവും. പല പല ടൈപ്പ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ജ്യൂസുകൾ, അപ്പോൾ അതിങ്ങനെ ഈ ജ്യൂസുകൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ മൗത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫുഡ് പൈപ്പ് വഴി ഈ സാധനം ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നല്ല രസമായിട്ട് ഈ ജ്യൂസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവരങ്ങനെ ഫുഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കിട്ടി കഴിയുമ്പോൾ ആ ജ്യൂസ് വരെ മേലെ അങ്ങനെ കിടന്നിട്ട് ഇതിനെ ഒന്നും കൂടെ അങ്ങനെ ഡൈജഷൻ നടത്തും ഈ വയറിൻ്റെ ഉള്ളിൽ. സോ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് digestive juices, different types of digestive juices. So here the stomach secretes digestive juices and the muscles of the stomach help in churning and mixing the food with these juices. അതായത് ഈ മസിൽസ്, ഈ വയറിൻ്റെ ഉള്ളിൽ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലത്തെ മസിൽസില്ലേ, മസിൽസ് ഇങ്ങനെ ബ്ലം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചാടും മസിൽസ്. അതാണ് ചേണിങ് ആൻഡ് മിക്സിങ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്ന സമയത്ത് ഈ ഫുഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസും ഫുഡും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യണ പോലെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും. ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് ബ്രേക്ക് ഡൗൺ ദ ഫുഡ് ഇൻ ടു സിമിലർ ഫോം. അപ്പോൾ പകുതി വയറുള്ളിൽ നടക്കും, അതിൻ്റെ വയറിൻ്റെ ഉള്ളിലും പിന്നെയും ദഹനം നടക്കുകയാണ് ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് വെച്ചിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രം ദ സ്റ്റൊമക്ക് ദ ഫുഡ് ഗോസ് ഇൻ ടു ലോങ് കോയിൽഡ് ട്യൂബ് കോൾഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ.